എന്നെ തുടർന്നാ പോ. കണ്ടുകൊണ്ടിരുന്ന എനിക്ക് ഈ വളരെ ഞാൻ പരിചയപ്പെട്ട സമയം മുതലേ എനിക്ക് നിങ്ങളുടെ പോലുള്ള ഈ കെമിസ്ട്രി ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇവിടെ വീട്ടിൽ അന്വേഷിച്ചു. കെമിസ്ട്രി ഇല്ല, ഞങ്ങൾ കൂടുതൽ ഫിസിക്സാ, ബയോളജി ഉണ്ട്, ഫിസിക്സ്, അങ്ങനെ അങ്ങനെ പോവും. ഹിസ്റ്ററി. നമസ്കാരം. ഞാൻ സൗദിയിൽ റിയാദിലെത്തി. ഇവിടെ ഒരു വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ഒരു ഫാമിലിയെ കണ്ടു. ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളും കൂടെ പരിചയപ്പെട്ടിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട രണ്ടുപേരാണെന്ന് മനസ്സിലായി. രണ്ട് കമിതാക്കളെ പോലെ ഇപ്പോഴും ജീവിക്കുകയാണ്. അവരൊന്ന് പരിചയപ്പെടുകയും സംസാരിക്കുകയും ചെയ്യാം. അവരുടെ വീട്ടിലാണ് ഞാൻ. അയ്യോ നമസ്കാരം നമസ്കാരം. ആരപ്പാ? നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും മലയാളി അല്ല, എന്നൊക്കെ പച്ച മലയാളം സംസാരിക്കുന്ന ഫിലിപ്പിനോ എന്നൊക്കെ സംശയം വരും. പക്ഷെ അച്ഛനോട് പോയി. അയ്യോ അച്ഛനെ ഇവിടെ ഉണ്ട്. അച്ഛൻ ജോസേട്ടാ. അച്ഛാരെ നമ്മടെ ഗസ്റ്റ് കണ്ടോ? ആരാ ഇതെന്ത് ഇതെന്ത് ഇത് ഈ വരവ് തന്നെ കണ്ടോ? ഇരിക്ക്. അല്ല ഇത് ജോസ് ആന്റണി മാവേലി, ജോസ് മാവേലി എന്നൊക്കെ പറയാം. മാവേലി ആയിട്ട് സൗദി അറേബ്യ റിയാദിന്റെ 1000-ൽ പരം വേദികളായിട്ട് കഴിഞ്ഞ 20 വർഷത്തിന് മുകളിലായി മാവേലി വേഷം കിട്ടുന്ന ജോസ് അച്ചായൻ, മാവേലി അച്ചായൻ എന്നാണ് അറിയപ്പെടുന്നത്. ഭാര്യ വല്ലി ജോസ് എന്നാണ് അറിയപ്പെടുന്നത്. വല്ലി എന്ന് പറഞ്ഞാൽ ചന്ദനവല്ലി എന്നാണ് മൊത്തം പേര്. ചെറിയ ഇടയ്ക്കിടയ്ക്ക് നാഗവല്ലി ആകുമെന്നും പറയപ്പെടുന്നു. അയ്യോ, ഇത് ഇപ്പൊ ആളുകൾ മനസ്സിലായല്ലോ ഇത് എന്തിനാണ് ഞാൻ ഈ വരവ് കണ്ടല്ലോ. എന്താണ് ഇങ്ങനെ ഒരു വരവിന്റെ ഉദ്ദേശം? നേരെ മനുഷ്യൻ നടക്കുന്നല്ലോ നടക്കത്തില്ലേ? ഇവിടെ ഏത് മൂഡിലിരിക്കുന്നത് നമുക്കറിഞ്ഞൂടാ. നാഗവല്ലിയാന്ന് ചിലപ്പോ. അതല്ല അതിന്റെ കാര്യം. ഈണുണ്ട്, അത് മനസ്സിലാക്കിട്ട് എന്റെ വരുവുണ്ടാവുള്ളൂ. അല്ല അതല്ല അതിന്റെ കാര്യം. കാരണം നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞില്ല. എന്റെ മുന്നിൽ ഒരു തമാശയായിട്ട് ഒരു ഇതായിട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഞങ്ങള് പറയുന്നത് തന്നെ ബെസ്റ്റ് കപ്പിൾസ് എന്നാണ്. എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയ ഒരു നിധിയാണ്. കിട്ടിയ നിധി പറയാൻ പറ്റുമോ? എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇത് ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെയാണ്. പക്ഷെ ദേഷ്യം വന്ന അതൊരു പിശാച് കൂടാണ്. അല്ല രണ്ടും കണക്കാണ്. പഴയ സിനിമയിലെ ഒരു ഡയലോഗ് ഉണ്ട്, ദേഷ്യം വന്നാൽ മുണ്ടൂക്കി കാണിക്കുന്നു. ആര്? ഞാൻ എന്ന് പറയുന്ന പോലെ ദേഷ്യം വന്നാൽ പിശാചാണ്. ആര്? ഞാൻ. അതിലും വലുതൊക്കെ പൊക്കി കാണിക്കും. അങ്ങനത്തെ ആളാണ്. ഇത് എപ്പോഴാണ് വഴക്കിടുന്നത്? എപ്പോഴാണ് വഴക്കിടുന്നത് രണ്ടുപേരോട്? അതിന് സമയം കാലമൊന്നുമില്ല. ഏത് സമയത്ത്? ഇല്ല, സ്നേഹം കൂടുമ്പോ. സ്നേഹം കൂടുമ്പോ വഴക്കാം. ഇല്ലെങ്കിലേ ഞാൻ അവസാനിപ്പിക്കും. അല്ല, ഇത് വഴക്ക് തീരുന്നേ. ഭാര്യ ഭർത്താക്കന്മാരെ വഴക്കിടുന്നതിനെ പറ്റി ഒരു ചൊല്ലുണ്ട്. ഭാര്യ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ സമ്മതിക്കുന്നതോടെ ഞങ്ങളുടെ വീട്ടിൽ വഴക്ക് തീരുള്ളൂ. ഇതങ്ങനെ അല്ല. ഒരു ചായ ഇട്ട് തരും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കടി, ഒരു എനിക്കിഷ്ടപ്പെട്ട ഇത് എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവന്ന് എടിയേ കഴിക്ക്. എന്റെ പേര് ഇന്ന് വരെ പുള്ളിക്ക് അറിയുമോന്ന് എനിക്കറിയില്ല. എന്നെ ഇതുവരെയും വിളിച്ചിട്ടില്ല. മാവേലിയായിട്ട് അഭിനയിച്ചപ്പോഴത്തേക്ക് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന പെണ്ണുങ്ങൾ തട്ടിയും മുട്ടിയൊക്കെ നിൽക്കുന്നത് മാവേലി ആയിരുന്നല്ലോ. അവിടെ ശ്രീകൃഷ്ണനായിരുന്നു. ഞാൻ കാണിച്ചു തരാം, എന്റെ വിഷ്വൽ എന്റെ കയ്യിലുണ്ട്, കാണിച്ചു തരാം. മാവേലി
ഇറങ്ങിയ കാലം തൊട്ട് ഞാൻ ചിലപ്പോൾ ഓർക്കും പന്തീര എത്രയോ 18 ഭാര്യമാരാണ് ശ്രീകൃഷ്ണന്. അതുപോലെ ചുറ്റും പെൺപടകൾ കാണും. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ വഴക്കിട്ടോണ്ടിരിക്കുക, നിങ്ങൾ അച്ഛനൊന്ന് സമാധാനിപ്പിക്കാൻ വഴക്ക് തീർക്കാൻ ചെല്ലുന്ന എങ്ങനെയായിരിക്കും? ഇപ്പൊ വഴക്കിട്ടിരിക്കുകയാണ് അവിടെ, ഒന്ന് സമാധാനിപ്പിച്ച് വഴക്കിന്റെ എന്തുണ്ടല്ലോ വഴക്ക് തീർക്കുന്ന എങ്ങനെ? അതിപ്പോ ഒന്ന് വഴക്കിടണം. ഈ വഴക്കിടണ ടൈമിൽ ഞാൻ നിങ്ങളെ വിളിക്കാം. അല്ല, ഇപ്പൊ വഴക്കിട്ടിരിക്കുക, അഭിനയിക്കാൻ അറിയാവുന്ന എനിക്കറിയാം. ഒന്ന് സമാധാനിപ്പിച്ച് ഒന്ന് സോൾവ് ചെയ്ത വഴക്ക്. എന്നെ തുടർന്ന് കണ്ടോണ്ടിരുന്ന എനിക്ക് ഈ വളരെ ഞാൻ പരിചയപ്പെട്ട സമയം മുതലേ എനിക്ക് നിങ്ങളുടെ പോലുള്ള ഈ കെമിസ്ട്രി ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇവിടെ വീട്ടിൽ അന്വേഷിച്ചു. കെമിസ്ട്രി ഇല്ല, എല്ലാ സബ്ജക്റ്റും ഉണ്ട്. ഞങ്ങൾ കൂടുതൽ ഫിസിക്സാ, ബയോളജി ഉണ്ട്, ഫിസിക്സ്, അങ്ങനെ അങ്ങനെ പോകും. ഇല്ല, എല്ലാം അറേഞ്ച്മെന്റ് എല്ലാം തെറ്റി കിടക്കാം. അതുകൊണ്ട് എല്ലാ സബ്ജക്റ്റ് വരും, കണക്ക് മാത്രം തെറ്റില്ല. ഇവിടെ 30-34 വർഷമല്ലേ സൗദി അറേബ്യ? ചേച്ചി 27 വർഷമായി. 28 വർഷമായി. ഇപ്പൊ സൗദി അറേബ്യക്കാരാണെന്ന് പറയാം. നല്ല കാര്യമല്ലല്ലോ ഇത്. മോൻ, ഒരു മോനുണ്ടല്ലോ, മോൻ അങ്ങനെ ചോദിക്കും. ഈ ഞങ്ങളുടെ കാര്യങ്ങൾ മാത്രം ചോദിച്ചു. മോൻ കാനഡ. എനിക്കൊരു മോനുണ്ട്, അവന് ചെന്നൈ. ഒരു മോനുണ്ട്, ഞങ്ങൾക്കല്ല, എനിക്ക്. എന്റെ മോനായി കേട്ടാ അവിടെ പോയി. എനിക്കൊരു മോനുണ്ട്. അല്ല, മക്കളുടെ കാര്യം വരുമ്പോൾ എന്തുകൊണ്ടും അത് നിങ്ങൾ മറുപടി പറയണം. മക്കളുടെ കാര്യം പറയുമ്പോൾ എല്ലാ സ്ത്രീകളും പറയണം എന്റെ മകൻ, എന്റെ മകളും, അല്ലേ? സത്യമല്ലേ അത്? നിങ്ങൾ അതിന് ഒരു കമന്റ് ഇട്ടാൽ മതി. അല്ല, അത് അവര് മക്കള് പറയണം. ഞങ്ങളുടെ മകന് അപ്പോളോ, മദ്രാസ് അപ്പോളോ ഇന്ന് സൈക്കോളജി കഴിഞ്ഞു. അവനിപ്പോൾ കാനഡയിൽ ഗ്രാജുവേഷന് പോയിരിക്കുന്നു. അവന്റെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, സെക്കൻഡ് ഇയറിലാണ്. പിന്നെ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ട്. അവന്റെ ചെറുപ്പകാലം തൊട്ട് അവൻ സൗദിയിലാണ് പഠിച്ചത്. 10th വരെ, 11th 12th അവൻ UP-യിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞപ്പോൾ മദ്രാസ് അപ്പോളോയിലേക്ക് ചെന്നൈയിൽ പഠിച്ചു. ഇപ്പം കാനഡയില് അവന് PR-ന് അപ്ലൈ ചെയ്തിട്ടിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇപ്പോഴും മധുവിധ ആഘോഷിച്ചുകൊണ്ട് നടക്കുന്നു. Definitely. We have to kill the time now because my son is not available with us. We are punished. Enjoy a kind of punishment which there is more enjoyment. Everyday honeymoons. അതാണ് പണിഷ്മെന്റ്. Yes. എന്താണ് കമന്റ് ചേച്ചിക്ക് പറയാം? ഏകദേശം പുള്ളിയുടെ പ്രായത്തിന്റെ അനുസരിച്ച്, ആ വയസ്സിന്റെ അനുസരിച്ചൊരു കമന്റാണ് ആ പുള്ളിക്കാരൻ അത് പറഞ്ഞത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, ഇനിയിപ്പൊ കുറെയൊക്കെ ദൈവകാര്യവുമായിട്ട് തീക്കി കൂടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഇടയ്ക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ചേച്ചൻ്റെ അടുത്ത് ചോദിച്ചു, ഇതുവല്ലോ ഉണ്ടോ? എനിക്കതൊന്നുമില്ല, എനിക്ക് ഇതേ ഉള്ളൂ. ഇവിടെ അത് ഉണ്ടാക്കി പറഞ്ഞതാ. അല്ല, അത് അതിന്റെ മറുപടി ഞാനാ പറയണ്ടേ. പുള്ളിക്ക് ഈ പരിപാടി ഉണ്ടെന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞാലും അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ഡ്രിങ്ക്സ് എടുക്കാത്ത വ്യക്തിയൊന്നും അല്ല കേട്ടോ. അത് പുള്ളി എടുക്കുന്നത് നമ്മുടെ പിന്നെ വല്ല ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ പുള്ളിയുടെ ഫാമിലി ഉണ്ടല്ലോ, നാട്ടിൽ ഫാമിലിയോട് കൂടെ ഒക്കെ കൂടാ, അങ്ങനെ അവര് കസിൻസ് എല്ലാം കൂടെ കൂടാ, അപ്പോഴേ ഉള്ളൂ. പുള്ളിയുടെ ബ്രദർ ഇതൊന്നും ഉപയോഗിക്കുന്നല്ല. അപ്പൊ കസിൻസും ഒക്കെ ആയി പോകുമ്പോൾ വല്ലപ്പോഴും ഒന്ന് എടുത്തെങ്കിലും. എല്ലാ ദിവസവും കാണോ? ഇല്ല, അല്ല, ഇതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ബക്കറ്റ് KFC കൊണ്ടുവന്ന് മുമ്പിലിട്ട് വച്ച ഒരു കഥ കേട്ടു. അതും കൂടെ ചേച്ചി എന്ന് പറയാം. അത് നല്ല രസകരമായ ഒരു കഥയാണ്. കാരണം ഞാൻ എൻ്റെ മോനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് പന്തമാനം വോമിറ്റിംഗ് ആണ്. എന്ത് ഫുഡ് കഴിച്ചാലും വോമിറ്റിംഗ് ആണ്. പുള്ളി എന്ത് ചെയ്യും, ജ്യൂസൊക്കെ ഉണ്ടാക്കി വണ്ടിയെ കൊണ്ട് തരുകയൊക്കെ ചെയ്യും. അത് കഴിച്ചാലും എനിക്ക് കഴിച്ചാൽ ഇഷ്ടമുള്ള രണ്ട് സാധനം, ഒന്ന് കോഫി മേറ്റ്, ഒന്ന് KFC. ഞാൻ പുള്ളിയോട് പറയും KFC, എടാ ഒരു KFC. അപ്പോൾ ഞങ്ങൾ നേരത്തെ തൊട്ടേ വിളിക്കുന്നതാണ് എടാവാണ്. അപ്പോൾ എടാ ഒരു KFC. പുള്ളി വാങ്ങിച്ചുകൊണ്ട് വരും. അന്ന് എല്ലാവർക്കും അറിയാം 16 റിയാലാ ഒരു KFC. വാങ്ങിച്ചുകൊണ്ട് വരും, ഞങ്ങൾ കഴിച്ചിട്ട് ഡെയിലി ഇത് പറഞ്ഞു കഴിഞ്ഞു. ഒരു ദിവസം ഈ മനുഷ്യൻ പോയിട്ട് ഇവിടെ സൗദിയിലുള്ള എല്ലാ വ്യക്തികൾക്കും അറിയാം, വലിയ ബക്കറ്റ്
ബക്കറ്റിന് ഒരു ബക്കറ്റ് കൊണ്ട് എൻ്റെ മുന്നിലേക്ക് വെച്ചിട്ട് ഇന്നാടി കഴിച്ചോ നിന്റെ ആവശ്യത്തിന്. അന്ന് വെറുത്തതാ ഞാൻ ഈ KFC. പിന്നെ കഴിച്ചിട്ടില്ല KFC ഇപ്പൊ എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പൊ വേറെ ലോക്കൽ ബ്രോസ്റ്റഡ് ആയി ചിക്കിങ്ങോ അത് ടേസ്റ്റ് കൂടി. അപ്പൊ അതായി KFC കഴിച്ചിട്ട് എനിക്ക് അതിന് പണി കിട്ടി. ശരിക്കും അന്ന് അങ്ങനെ എന്നാ നീ കഴിച്ചോന്ന് പറഞ്ഞിട്ട് മുമ്പിലോട്ട് ഈ ഒരു ബക്കറ്റ് KFC കൊണ്ട് വെക്കാനുള്ള മാനസികാവസ്ഥ എന്തായിരുന്നു? സ്വന്തം ഭാര്യയോട് ഇത്തരം സ്നേഹമില്ലാതെ സ്നേഹം കൂടിയപ്പോ കൊണ്ട് കൊടുത്തതല്ലേ. ആണ് കഴിച്ചു മരിച്ചോട്ടെ. അല്ല പറഞ്ഞൊന്നുമില്ല. ഇവിടെ എല്ലാവരും പിടിച്ചതും പറഞ്ഞ് കൊണ്ട് കൊടുത്തു. സത്യം. ഇത്രയധികം പീസുകൾ അതിനകത്ത് കിടക്കുന്നത് ഞാനും പോലും ഞാൻ സാധാരണ ഇത് കഴിക്കാറില്ല. നിങ്ങൾ ഈ കഥകൾ ഇങ്ങനെ കേട്ടോണ്ടിരുന്നാലും പറഞ്ഞോണ്ടിരുന്നാലും തീരുന്ന ലക്ഷണമില്ല. രണ്ടും കൂടെ തുടങ്ങി. അത് സ്റ്റാർട്ടിങ്ങിലായിട്ടുള്ളൂ. സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. ഇത് സമയത്തിന്റെ ഒരു KFCയുടെ കഥ കേട്ടപ്പോ ഇവിടെ പറഞ്ഞു ഞാൻ പറയാം. അതെ 25 വർഷം കഴിക്കും. നിങ്ങൾ എവിടെ പോകും? ഞാൻ പറയാം. ഇത് പുള്ളിക്കാരന് ഇവിടെ 10-25 വർഷത്തോളം മാവേലിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അഭിനയിച്ചിട്ടുണ്ട്. രണ്ടുപേരും കൂടെ വീണ്ടും കലാഭവൻ റിയാദിന്റെ ഒരു മ്യൂസിക്കൽ ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ കലാരംഗത്തെല്ലാം ഇതൊരു സജീവമായിട്ടുണ്ട്. ഇവിടുത്തെ സാംസ്കാരിക വേൾഡ് മലയാളി ഫെഡറേഷൻ തുടങ്ങി എത്രയോ OICCയുടെ ഇതിലുണ്ട് എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. റിയാദ് മലയാളികൾക്കെല്ലാം അറിയാവുന്ന രണ്ടുപേരാണ്. മാവേലി അച്ചായൻ എന്ന് പറഞ്ഞാൽ ജോസ് ആന്റണി അച്ചായൻ, പിന്നെ വല്യ ചേച്ചി അല്ലെങ്കിൽ വലിയ ആന്റി, വല്ലി എന്നൊക്കെ പറയും. ഇവിടുത്തെ വനിത പുലിയായിട്ട് ഇറങ്ങിയതാണ്. ചെണ്ട കൊട്ട് എല്ലാത്തിലും ഉള്ള വേണ്ടാതീനങ്ങളെല്ലാം തുമ്പികളിയുണ്ട്. തുമ്പി തുള്ളല് മുടിയാട്ടത്തിന് പറ്റത്തില്ല, കാരണം മുടിയില്ല. അല്ല, ഞാൻ മുടി എക്സ്ട്രാ വെക്കും. ആ സമയത്ത് വയ്ക്കും. അത്ര സജീവമായിട്ട് നിൽക്കുന്ന രണ്ടുപേരെ ഇവരുടെ കുറച്ച് സമയം ചെലവഴിച്ചപ്പോഴേ നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി കിട്ടി. മനസ്സിനൊരു സന്തോഷം സുഖം. നിങ്ങളുടെ ഈ സന്തോഷം നീണ്ടു നിൽക്കട്ടെ ഒത്തിരി കാലം. താങ്ക് യു. ഞങ്ങളെ ഓർത്ത് ഇവിടെ വരെ, ഞങ്ങളെ അന്വേഷിച്ച് ഇവിടെ വരെ വന്നതിന് താങ്ക് യു. അപ്പൊ എല്ലാവർക്കും സന്തോഷം നമുക്ക് അറിയാം. എൻ്റെ ചാനൽ വന്നാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഇല്ലെങ്കിൽ പുള്ളിക്കാരൻ മുൻഷി രഞ്ജിത്ത് എന്ന് എഴുതിയാൽ മതി. നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളും, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അതൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം പുള്ളിക്കാരനെ. നമ്മുടെ നാട്ടിലുള്ള എല്ലാ കലാകാരന്മാരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അവർ നമ്മളെപ്പോലല്ല. അവർക്ക് അത് നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി കരഞ്ഞുകൊണ്ട് വരുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് നമ്മുടെ നാട്ടിലെ ഈ കലാകാരന്മാരെല്ലാം. അതുകൊണ്ട് എല്ലാവരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ, കൂടെ ഇവരെയും. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, രാജ സാഹിബാണ്. നിങ്ങൾക്കറിയാം. ഇവർ രണ്ടുപേരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. എന്റെ അച്ചായോ